എടാ മച്ചാമരെ സബ്സ്ക്രൈബർ പല കാറുകളും പറയണം. ഞാൻ പിന്നെ മൊത്തം കൺഫ്യൂസ് ആയിട്ട് പിന്നെ അവസാനം ഞാൻ മെക്ലാരനും എടുത്തൊരു മീറ്റിന് വന്നിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് വേണ്ട പറ വന്നുകൊണ്ടിരിക്കും. നമ്മൾ AK അബി മോഡറേറ്ററിൻ്റെ റൂമിലാണ് നിൽക്കണം. ലൊട്ടകൾ വന്നാൽ അവൻ കിക്ക് പണിക്കോളും. ഇപ്പോൾ വാസു CPM ഫസ്റ്റ് അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ എന്തായാലും ബീച്ചിലാണ് മീറ്റ്, അതെല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ വണ്ടി കഴുകിയിട്ട് അങ്ങോട്ട് വന്നോളാം. നിങ്ങൾ എന്തായാലും അങ്ങോട്ട് വിട്ടോ, എന്നെ കാത്ത് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിൽ ട്രിപ്പൊന്നും പോകല്ലല്ലോ, നിങ്ങൾ നേരെ അങ്ങ് വിട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ പിന്നെ ഇതൊന്നും ചാറ്റ് ഇതങ്ങ് ഓഫാക്കി വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇതൊന്ന് ഓഫാക്കി വയ്ക്കാം. ഓക്കെ, ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് പതിയെ വരും കേട്ടോ. നിങ്ങളെ വണ്ടിയെ സെറ്റായിട്ട് അവിടെ കൊണ്ട് ഇട്ടേക്കണേ. പോർഷേ എടാ മെക്ലാരിൻ മീറ്റാണ്, മനസ്സിലായില്ലേ? പോർഷേ മീറ്റല്ല. ഓക്കെ ഫസ്റ്റ് അവനാണ് റോബിന്ന് വിധായിക്കണം. ഓക്കെ എടാ ഞാൻ ഫുവൽ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെന്തായാലും ഇതുവരെ വന്നുകൊണ്ട് അടിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ സീരിയസ്ലി അതിൻ്റെ ആവശ്യത്തിന് പറഞ്ഞില്ല. എടാ നീ എന്തിനാ കാണിക്കണേ? എടാ ഇവന് നിനക്ക് ഇവൻ ആര്? ഓക്കെ ഗോ എന്നാ. മീറ്റ MEET അല്ല, മീറ്റാണ്, മനസ്സിലായില്ലേ? മെക്ലാരിൻ കാറുകളുടെ കണ്ടുമുട്ടലാണ്, മനസ്സിലായില്ലടാ? ഇവൻ ആരെങ്കിലും ഇത് പറഞ്ഞു മനസ്സിലായിട്ട് എന്തിനാ ഇത് കയറിയിരിക്കണം? നിൻ്റെ കാർ പിന്നെ ആരും കൊണ്ടുവരും? ഇത് കൊള്ളാലിപ്പോൾ അതിൻ്റെ അപ്പുറമല്ല. ഇതിപ്പോൾ എന്തൊരു കഷ്ടം. എന്തായാലും ഞാൻ എടുത്തിട്ട് ലോക്കാക്കാൻ മറന്നു, കുഴപ്പമില്ല, അങ്ങ് എത്തിയിട്ടാക്കാം. എത്തൂല. എത്തും. ഇവിടെ ഓക്കെ അല്ലേ സ്ഥലം? അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് നിർത്തണോ? ഇത് ഓക്കെയാണ്, ഇത് ഓക്കെ. ഗൈസ് എന്തായാലും ഞാൻ വണ്ടി ലോക്കാക്കണം കേട്ടോ. സീരീസ് വെച്ചാൽ എൻ്റെ വണ്ടി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയല്ലേ, അതുകൊണ്ട് ലോക്കാക്കുവാണ്. മോഡറേറ്ററോടെ നല്ലതായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തല ഇരിപ്പുണ്ടോ? ഇല്ലല്ലേ, ലോക്കാക്കണേ ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ 2 തവണ പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ ഞാൻ ലോക്കിയിട്ടുണ്ട്. മുത്ത് ഇവിടെ പൊളപ്പം കാറുള്ള വരും കേട്ടോ. എന്തായാലും നോക്കാം. ഫോക്സ് വേറൊരു അക്കൗണ്ടിൽ വരാനാ സിദാൻ. ഒക്കെടാ മുത്തേ നീ വന്നോ? മുത്തേ മെക്ലാരൻ മീറ്റാണേ വെച്ചി. ഇവിടെ ഇത് നൈസ് അല്ലേടാ ഗൈസ്. സീരിയസ്ലി ഇതിൻ്റെ ഗ്ലാസ് എന്താടാ ഇത്? എന്തൊരു സ്വർണ്ണ ഗ്ലാസ് ആടേ. CPM ഫസ്റ്റ്. ഓക്കെ ഗൈസ് ഇത് എനിക്ക് ഇഷ്ടമുണ്ട്. നമ്മളിങ്ങനെ ഈ വെളിയിൽ നിന്നൊരു ഗ്ലാസ്സിൽ കൂടെ നോക്കാം, ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടല്ലോ ഗൈസ്, അതെനിക്ക് ഇഷ്ടമുണ്ടോ? സത്യം പറയാമല്ലോ, സ്നൂപ്പിൻ്റെ വണ്ടിയിലാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ. എൻ്റെ വണ്ടികൾക്ക് അങ്ങനെ ഒന്നുമില്ല, മനസ്സിലായില്ലേ? കൊള്ളാം കേട്ടോ, കൊള്ളാം സ്നൂപ്പേ, കൊള്ളാം. എനിക്ക് സ്നൂപ്പിൻ്റെ വണ്ടികളിൽ ഈ ഒരു സംഭവമാണ് ഇഷ്ടം, മനസ്സിലായില്ലേ? സത്യം പറയാമല്ലോ, ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടമാണ് സ്നൂപ്പിൻ്റെ വണ്ടികളിൽ. CPM ഫസ്റ്റ്, പിന്നെ ഇത് കൊള്ളാം. ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ഇപ്പോൾ ഫോട്ടോ എടുക്കണം. അപ്പോൾ ലൊട്ടയൊന്നും ഇല്ലായിരിക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കണേ മുത്തേ വലിയ കാര്യം മുത്തേ. ഇല്ല അവസാനം എല്ലാം കഴിഞ്ഞ് നോക്കാം. ഫോട്ടോയിൽ ലൊട്ടയൊന്നും ഇല്ലെങ്കിൽ ഇത്രയും നേരം വന്നു കിട്ടി അത് വേസ്റ്റ് ആയിപ്പോവും, മനസ്സിലായില്ലേ? വേസ്റ്റ് ഓഫ് ഇതായിപ്പോവും. അത് നമ്മൾ സമ്മതിക്കില്ല, മനസ്സിലായില്ലേ? വേസ്റ്റാകാൻ നമ്മൾ സമ്മതിക്കില്ല. CPM ലൈവ് ആയിരുന്നു. അവിടെ CPM 2 ലൈവ് ഞാൻ CPM 2 എടുത്ത് വച്ചിട്ടുണ്ട്. അത് എപ്പോഴാണെന്ന് ഞാൻ പറയാനില്ല, അത് നോക്കട്ടെ. എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നും ഒരു പരിപാടിയൊക്കെ എൻ്റെ മനസ്സിൽ ഇതുണ്ട്. അത് ഉള്ള പോലെ ചെയ്യാം. എന്തായാലും ഞാൻ ഇപ്പോൾ വലുതായിട്ട് ലൈവ് ചെയ്യാൻ വെച്ചാൽ എനിക്ക് വയ്യായിരിക്കും. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയായിരുന്നു. അപ്പോൾ പനി കുറച്ച് കുറവുണ്ട്. എന്നാലും നമുക്ക് കിടന്ന് ഘോരം കിടന്ന് അലയ്ക്കാനും ഒരുപാട് നേരം അതിന് വേണ്ടി ഇത് കൊടുക്കത്തില്ലല്ലോ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ PC ലൈവാണ്, നിങ്ങൾക്ക് എൻ്റെ മോന്താണോ മനസ്സിലാവും, വയ്യാതിരിക്കാൻ, മനസ്സിലായി? ഇപ്പോൾ ശബ്ദം മാത്രം കേട്ട് മനസ്സിലാക്കുക. അല്ല അപ്പോൾ എന്താക്കാൻ ഒരു 2 ദിവസത്തിനകത്ത് ഞാൻ മറ്റേ ഊർജ്ജം കയറി ഇങ്ങ് വരും, മനസ്സിലായില്ലേ മുത്തേ? മറ്റേ ഹൾക്കിന് ശക്തി കയറണ പോലെ ഞാൻ മൊത്തത്തിൽ ഊർജ്ജസ്വലനായിട്ട് വരും, മനസ്സിലായില്ലടാ മുത്തേ? മനസ്സിലായില്ലേ? ഹൾക്കിന് മറ്റേ മനുഷ്യനായിട്ടിരിക്കുമ്പോൾ മനുഷ്യൻ പറ്റില്ല, പച്ച മനുഷ്യനാ പോലെ മുത്തേ. അപ്പോൾ ഭയങ്കര ഊർജ്ജത്തിൽ ശക്തിയായിട്ടിരിക്കില്ല മുത്തേ. അതേപോലെ റെഡ് ഫോക്സ് ശക്തിയായിട്ട് ഊർജ്ജത്തോടെ വരും, മനസ്സിലായില്ലേ? ഇതെന്തരി മെക്ലാരൻ എന്ന് പറഞ്ഞ് നീ അതുകൊണ്ട് റൗട്ടത്തേക്കണം. ഇതെന്തരി എന്തായാലും ഫോട്ടോ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതെന്നാത്ത സാധനം മുത്തേ? മോഡറേറ്ററെ നീ ഇത് പാക്കലയാ? ഇന്ത ആളെ എടുത്ത് വെളിയെടുത്ത് കള. ഇത് എന്നെ നീ പണ്ണറേ, നീ എന്നെ പണ്ണറേ മോഡറേറ്ററെ. ശ്രദ്ധയോടെ പാക്ക് മച്ചി. ദിസ് ഈസ് മെക്ലാരൻ എന്നാ. ബേക്കിൽ നമ്മളെല്ലാവരെയും വണ്ടിയുടെ ബേക്കിൽ കണ്ട എന്തൊക്കെ ഇരിക്കണം എന്ന് വെച്ചാൽ, അതായത് ഒരു സെയിം ആയിട്ട് വേണം, മനസ്സിലായില്ലേ? ബസ്സാണെന്ന് പറഞ്ഞിട്ട് തോന്നണ്ടേ, മനസ്സിലായില്ലേ? നീ എന്തൊരു പറയണ? നമ്മളെല്ലാവരും വണ്ടിയും കൂടെ നീ നോക്കിയാണ്, നീ എന്തൊരു പറയണ? സെയിമാ, നമുക്ക് സെയിമായിട്ട് തോന്നല്ല, മനസ്സിലായില്ലേ? അത് മെക്ലാരൻ അല്ലേ എന്നാ? നമ്മളെ വണ്ടി ഒരു സാമ്യത പോലും ഇല്ല, മനസ്സിലായില്ലേ? ഒരു സാമ്യത പോലും ഇല്ല. നമ്മളെല്ലാവരും വണ്ടി അതുകൊണ്ട് നോക്കുമ്പോൾ ഒരു സാമ്യത പോലും ഇല്ല. അങ്ങനെ കറക്റ്റ് ഇതായിരിക്കണം, മനസ്സിലായില്ലേ? അവ പിന്നെ സോറി എന്നാ. കുഴപ്പമില്ല മച്ചി, നീ എന്തായാലും നന്നായിട്ട് ചെയ്യാനുണ്ടല്ലോ, അതിൽ എനിക്ക് സന്തോഷമുള്ളൂ. എന്തായാലും നീ ഇവിടെ പോണ് പോവാന്നാ? ഞാൻ ട്രിപ്പ് വന്നതല്ലേ, എവിടെ പോവാൻ വാസു? ഞാൻ ട്രിപ്പ് പോകണമല്ലേ, മീറ്റാണ് വെച്ച്. ഇതൊന്ന് കഴിയിട്ട് ഇത് മീറ്റ് റൂമാണ്, മനസ്സിലായില്ലേ? കണ്ടുമുട്ടേണ്ട റൂമാണ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ മെക്ലാരിൻ കാറ് കണ്ടുമുട്ടേണ്ട റൂമാണ്, മനസ്സിലായടാ മച്ചാ?
അവിടെ എന്തായാലും ഫോട്ടോ അത്യാവശ്യം ഓക്കെയാണ്. ഓക്കെ അതുകൊണ്ട് ഇനി അതിൻ്റെ കാര്യത്തിൽ ലൊട്ടയില്ല. ഞാൻ എല്ലാ വണ്ടി നോക്കട്ടെ. അത് തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ വണ്ടിയിൽ ഇവൻ്റെ ഈ വണ്ടികളിൽ എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടമാണ്. ഇങ്ങനെ ഇത് എന്താണെന്ന് വെച്ചാൽ സംഭവം കൊള്ളാം. ചെറുക്കൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞതും കൂടെ എന്തായാലും സാധനം കൊള്ളാം. ഓ ചെറുക്കൻ ഇത് പൊട്ടിക്കുന്നുണ്ട് മുത്തേ. CPM ഫസ്റ്റ് ഇരുന്ന് പൊട്ടിക്കുന്നുണ്ട്. ഓക്കെ നീ പൊട്ടിച്ചോ മച്ചാ, നീ പൊട്ടിച്ചോ. വെള്ളക്കാർ ആ ഇതെൻ്റെ ബ്രോ ഫോറെന്നാ ആര് ഫോറ് ബ്രോ ഫോർ എടാ ബ്രോ 4 എന്ന് പറഞ്ഞ് നമ്പരാണോ? ഓടാ 4 അത് തന്നെ വേണ്ട 1 2 3 4 4 എൻ്റെ വണ്ടി കിടക്കണം. കണ്ട് ഞാൻ അത് കണ്ട്. എടാ മുത്തേ ചുമന്ന കാറ് പിന്നെ കറുപ്പ് കാറ്. ഓക്കെ എടാ CPM 2 ഇങ്ങനെയാണ്. എൻ്റെ കാറിൽ ഫുൾ കളറാണ് മനസ്സിലായാലും. എടാ CPM 2 അങ്ങനെ മോഡിഫിക്കേഷൻ വളരെ ഇതില്ല, ആൾക്കാരില്ല, കളിക്കാൻ പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് മോഡിഫിക്കേഷൻ കുറവ്. അതാണ് മനസ്സിലായി. അതുകൊണ്ടാണ് മനസ്സിലായില്ലടാ. എടാ ഇത്ര കാറുള്ള ഗൈസ് സീരീസിൽ. എടാ മെക്ലാരൻ നിങ്ങൾ ആരെങ്കിലും ഇല്ലേ? എടാ 7 പേരില്ല ഈ റൂമിൻ്റെ അകത്തുണ്ട്. സീരിയസ്ലി ഗൈസ് 7 പേര്. എടാ നിങ്ങളെ കയ്യിൽ നിന്ന് മെക്ലാരൻ ഇല്ലടാ. എടാ നിങ്ങൾ എന്തായാലും എന്നെക്കാളും മുന്നേ ഗെയിം കളിച്ചു തുടങ്ങിയ ഒരാളാണ്. ഓക്കെ അപ്പോൾ നിങ്ങളായില്ലെന്ന് വെച്ചാൽ മുത്തേ സീരിയസ്ലി നമ്മൾ നമ്പണോ വെച്ചാൽ സീരിയസ്ലി 10-15 പേരായിട്ട് ലൈവ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം സീരിയസ്ലി എന്തായാലും നോക്കാം. BMW മീറ്റ് വയ്ക്കുന്നു. എടാ എന്തായാലും ഇനിയൊരു മീറ്റ് നീ പ്രതീക്ഷിക്കണം മച്ചാ. ഇനി മീറ്റ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈവ് അല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത ഡേ. ഓക്കെ ഓ തലവരി നോ മെക്ലാരനാവുന്ന. ഓക്കെ അല്ല എടാ ഈ കാറൊക്കെ കൊള്ളാം. ഇത്രയും പേരിൽ വന്നല്ലോ മൊത്തം മനസ്സിലായി. സന്തോഷമുള്ളൂ അത്യാവശ്യം. എന്തായാലും സെറ്റായിരുന്നു. എടാ ഞാൻ ഡേ ആക്കിയോട്ടെ. ഡേ ആക്കുമ്പോൾ ഒട്ടടിക്കും വന്നു. ഇല്ല സെറ്റ് ബൈ ബ്രോ എന്ന് റൊണാൾഡോ വെയിറ്റ്. ഓക്കെടാ മച്ചി. ഓക്കെടാ മച്ചാ. ഓക്കെ പ്ലെയർ യദു മെക്ലാരില്ല നീ വിട്ടോ. ബ്രോ മെക്ലാരനിൽ ബാക്കി 2 മെക്ലാരനുണ്ട്. വന്ന് നോക്കിക്കാം. അവിടെ മുത്തേ നമ്മളെല്ലാവരും കൊണ്ടുവന്ന് ഈ കാറ് കണ്ടല്ല. ഇതായിരിക്കണം വേണ്ടത് മനസ്സിലായില്ലേ. ഈ ഒരു കാറിൻ്റെ മീറ്റാണ് മനസ്സിലായി. ഇതിൻ്റെ മീറ്റാണ് അല്ല വേറെ മനസ്സിലായില്ലേ. അതൊന്നും വേറെ ആയിട്ട് ബന്ധപ്പെട്ടൊന്നും വേണ്ട. ഇതാണ് നമുക്ക് വേണ്ടത്. എടാ നമുക്ക് എല്ലാവർക്കും നിന്നൊരു കാര്യമുണ്ട്. പറയട്ടെ ഗൈസ് എല്ലാവർക്കും. എടാ എന്തായാലും ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേറൊരു ഫോട്ടോ എടുക്കാൻ നോക്കാം. ഓക്കെ കൊള്ളാം എല്ലാവരും. FPS ലൊട്ട. എടാ എത്ര പേര് ഇതാക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും പിക്ക് സെറ്റ് ആയതുകൊണ്ടാണ് ഇത് നടക്കട്ടെ. ഓക്കെ നടന്നാൽ നല്ലൊരു പിക്ക് കൂടെ കിട്ടുമല്ലോ. അതാണ് ഓക്കെ. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഞാൻ നിൽപ്പുണ്ട്. നിങ്ങളെ ഓക്കെ സെറ്റെന്ന്. ഓക്കെ ഒരാൾ സെറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതായിട്ട് നിൽക്കി. എന്തായാലും നോക്കാം. മൊത്തം 18 പേര് ലൈവുണ്ട്. പക്ഷേ ഇത്രയും 7 പേര് നമ്മളെ റൂമിൽ തന്നെ എത്തിയിട്ടുള്ളൂ. ഓക്കെ സീരിയസ്ലി ഗൈസ് മെക്ലാരില്ലാത്ത മേടാ നിങ്ങളല്ല സീരിയസ്ലി. ഓക്കെ സെറ്റ്. എടാ പറഞ്ഞ അവർ കേൾക്കും കേട്ടോ. അവരൊരു അനുസരണ ഇതുള്ളവരാണ് കേട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. എടാ നീ എൻ്റെ മൂട്ടിയോ നിൽക്കണ. എടാ ഇതെൻ്റെ വണ്ടിയാണ് ബ്രോ. വാക്ക് ബഗ്ഗാണ്. അയ്യോടാ പാവപ്പെട്ടൊരുത്ത വാക്ക് ബഗ്ഗായിരിക്കണം. ഇത് എൻ്റെ വണ്ടി. എടാ ഇത് നമ്മളാ. ഓക്കെ മനസ്സിലായി. നീ എനിക്ക് മനസ്സിലായി. മോഡറേറ്ററാണ്. കൊള്ളാം കേട്ടാ ഗൈസ്. കൊള്ളാം കൊള്ളാടേ. എടാ അനങ്ങായിടാ. പാവപ്പെട്ട ഒരുത്തന്നെ അവിടെ ഇതായി കിടക്കോണ്ടാ. വാക്കിലോട്ടൊക്കെ കിടക്കണം. എന്തൊക്കെയാണെന്നല്ലേ വയസ്സ് ഓരോരുത്തർക്ക്. പാവടാ എനിക്ക് ഞാൻ പിക്കെടുത്തെടുക്ക്. ലൈവിൻ്റെ തമ്പിലായിട്ടിടാ. ഓക്കെ അല്ലേ വേണോ മറ്റേറ്റുണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ W പിക്ക് സെറ്റ് മുത്തേ. W പിക്ക് സെറ്റ് പറയാണ്ടിരിക്കാൻ വയ്യ. മുത്തേ W ഫോട്ടോ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. എടാ എല്ലാവർക്കും താങ്ക് യു വന്നു. എല്ലാവർക്കും W പറഞ്ഞില്ല കേട്ടവർക്കും W കൂടെ എന്നവർക്കും മോഡറേറ്ററും എല്ലാവർക്കും എവരിവൺ ലൈവ് കണ്ടവർക്കാണ് എല്ലാവർക്കും ബിഗ് ടാങ്കു മുത്തേ. ടാങ്കു സീരിയസ്ലി താങ്ക് യു. മനസ്സിലായില്ലേ സീരിയസ്ലി മനസ്സിലായി. ഒരു ഇതടുപ്പിച്ചില്ല നമ്മളൊരുമാതിരി ലൊട്ട അടുപ്പിച്ചില്ല. ഓക്കെ സീരിയസ്ലി ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാ?
സുരേഷ് ഗോപിയാടാ നീ ഓർമ്മിക്കാൻ അല്ല ഓർമ്മിക്കാൻ എടാ എന്തായാലും മോന്തയൊക്കെ വെച്ച് ഓർമ്മിക്കുക. എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് പല വ്യത്യാസം മോന്തയൊക്കെ വേണം. ഇതിൻ്റെ അകത്ത് ഉള്ള ക്യാരക്ടറിൻ്റെ മോന്തയില്ലേ. CPM ഫസ്റ്റ് എന്നാ ഇല്ല മുത്തേ സീരിയസ്ലി. എടാ കേസ് ഇറങ്ങണം ഇറങ്ങൂ.